എലീസ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലിവിംഗ് റൂം ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെഡിച്ച് ലൈറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ചകിരി നാര് കൊണ്ട് ഒരു ക്രാഫ്റ്റ് വർക്ക്, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ട മൈദ പശ കുറുക്കിയതാണ്. അതായത് തിളച്ച വെള്ളത്തിലേക്ക് മൈദ കലക്കിയ വെള്ളം ഇങ്ങനെ കുറുക്കിയെടുത്തതാണ്. പിന്നെ വേണ്ടത് ബലൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചകിരി നാരും വേണേ. അതിനായിട്ട് നമ്മളിങ്ങനെ ചകിരി നാര് ഇങ്ങനെ ലെയർ ആയിട്ട് വെക്കണേ. അപ്പം നമ്മളിങ്ങനെ കട്ട കെട്ടി കിടക്കണ ചില നാരുകളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലെയർ പോലെ ആക്കണേ. ഇതേ അപ്പം നമ്മൾ ബലൂണിൽ ഇങ്ങനെ മൈദ മുക്കി എടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ചുറ്റിച്ചെടുക്കണേ. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ലെയറായിട്ട് ചകിരി വെച്ച് ഇങ്ങനെ ഒട്ടിക്കാൻ പോവുകയാണേ. ഇനി പുറമേ നമുക്ക് കുറച്ച് പശ തേച്ച് എത്താത്തതേ പച്ച കളറിലിരിക്കുന്ന ബലൂൺ ആയതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ എത്താത്തതെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ പശ തേച്ച് ആദ്യം ഇങ്ങനെ ഒന്ന് ഇത് ഇങ്ങനെ ഒട്ടിക്കണം കേട്ടോ. ആദ്യം തന്നെ ഇപ്പൊ ഈ സൈഡിലൊക്കെ തീരെ ചകിരി നാര് കുറവായതുകൊണ്ട് ഇതേ നമ്മൾ കുറച്ച് വീണ്ടും ഇങ്ങനെ വെക്കാൻ പോവാണ്. വെച്ചിട്ട് നമുക്ക് ഇനിയും ഇങ്ങനെ പശ തേച്ച് കൊടുക്കണേ. നന്നായിട്ട് പശ ചെന്നുമ്പോഴേ ഇത് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുള്ളേ. ഇപ്പൊ ഇതേ നമ്മുടെ പശയൊക്കെ നല്ല കംപ്ലീറ്റ് തേച്ച് ലെവലാക്കി വെച്ചിരിക്കുവാണേ. ഇതേ ഒരു നൂലെടുത്തിട്ട് നമ്മൾ ഇതിന്റെ അറ്റത്തൊന്ന് കെട്ടി വെക്കണേ. ഇങ്ങനെ കെട്ടിയിട്ട് നമുക്കിനി വെയിലത്തിട്ടൊന്ന് ഉണക്കി എടുക്കാം കേട്ടോ. ഇത് ഇപ്പൊ നമ്മളിത് ഇട്ടിട്ട് ഇന്നലെ ഈ സമയത്ത് ഇട്ടതാണ് കേട്ടോ. ഇപ്പൊ ഒരു ദിവസമായിട്ടുണ്ടേ. ശരിക്കും ഇല്ല, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. കണ്ടാ കൊട്ടിയിട്ട് ഒരു ശബ്ദം കേൾക്കണത് അമങ്ങണൊന്നും ഇല്ല കേട്ടോ. നല്ല ചളുങ്ങാതെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുള്ള ബലൂൺ ഒട്ടി പോയിട്ടുണ്ട്. പക്ഷെ സംഭവം ഭയങ്കര എനിക്ക് സ്ട്രോങ് ആണ് കേട്ടോ. എനിക്ക് അതിന് പ്ലാസ്റ്റിക് ആണെന്ന് ഇത്രയ്ക്ക് ഇതേ കൊട്ടും പറയാൻ പറ്റും സ്വരം കേട്ടാ. ഇതുപോലെ നമ്മൾ ഏകദേശം ഒരു 10-18 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടിക്കെട്ടണേ. അയ്യോ തലപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കമ്പിയിൽ ചകിരി ചുറ്റിയിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പൊ അതുപോലെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചകിരി കമ്പിയിൽ ചുറ്റി എടുത്തിരിക്കുവാണേ. ഇത് 2 എണ്ണം കൂടി ഒരുമിച്ച് പിടിച്ചോണ്ട് നമ്മളൊന്ന് നൂല് ചുറ്റാൻ പോവാണ് കേട്ടോ. ഇത് നമ്മൾ ചുറ്റി ഇങ്ങനെ അറ്റത്തെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരെണ്ണം പിടിപ്പിച്ചു കൊടുക്കുവാണേ. അതിങ്ങനെ ഇതുപോലെ തന്നെ നൂലിങ്ങനെ ചുറ്റുവാണ് കേട്ടോ. ഇതും കൂടി വെച്ചേ ഇത് നമ്മളിങ്ങനെ നിന്ന് കെട്ടിട്ട് വെച്ചു കേട്ടോ. ഇതിന് ഇങ്ങനെ ഒരെണ്ണം പിടിപ്പിച്ച് ഇനി അടുത്ത 2 എണ്ണം എടുത്ത് ഇതേപോലെ തൊട്ട് താഴെയായിട്ട് പിടിപ്പിക്കാവേ. ഇങ്ങനെ ഒരെണ്ണം വയ്ക്കാം. ഈ ഒരെണ്ണം എടുത്ത് ഇപ്പുറത്തെ സൈഡിലും വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴേക്ക് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കണേ. ഇനി ഇതിൻ്റെ തൊട്ട് സൈഡിൽ ഇതേ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തേക്ക് ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം ഈ സൈഡിലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം അവിടേക്ക് നമ്മളിങ്ങനെ ഒരെണ്ണം വെച്ച് കൊടുക്കണേ. നമ്മളിങ്ങനെ നോക്കിയിട്ട് ആ ഷേപ്പ് അനുസരിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് ഇങ്ങോട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കെട്ടിയിട്ടേക്കണേ. കെട്ടിയിട്ടില്ലെങ്കിൽ ഒരെണ്ണം വിട്ട് പോയാൽ കംപ്ലീറ്റ് പോരൂലേ. ഇതേ ലാസ്റ്റ് ഈ 2 എണ്ണം ഉള്ളത് നമുക്കിങ്ങനെ അറ്റത്ത് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാവേ. ഇതെങ്ങനെ അറ്റത്തേക്ക് ചുറ്റുക. ഇതിന് ഈ കംപ്ലീറ്റ് തണ്ടിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ ചുറ്റി പോവാം കേട്ടോ. ഇനിയൊരു 20 ഐറ്റം കൂടിയുണ്ട്. ഇതേ ഇപ്പം ഏകദേശം നമ്മുടെ മുന്തിരികളെല്ലാം ഒരു കൊല പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഈ ഷീറ്റ് കൊണ്ട് ഇല ഉണ്ടാക്കിയെടുക്കണം. ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ബലൂണിൽ പശ തേച്ച പോലെ തന്നെയാണ്. പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പശ തേച്ച് നമ്മുടെ ചകിരിനാരിട്ട് എടുത്തിരിക്കുവാണ്, ഷീറ്റാക്കി എടുത്തിരിക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ഇലയുടെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഇങ്ങനെ നമ്മൾ 2 ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മുന്തിരി കൊലയിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ.
നമ്മളിങ്ങനെ ഇലയും കൂടി വെച്ചുകൊണ്ട് ചുറ്റാൻ പോവുകയാണെ, നേരത്തെ ചുറ്റിയതുപോലെ തന്നെ. ദേ ഇപ്പൊ നമ്മുടെ മുന്തിരിക്കൊലയുടെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ശരിക്കും ഇതിന് ഒരുപാട് വെയിറ്റ് ഒന്നും തോന്നണില്ല കേട്ടോ. ഒരു 2 മൊബൈൽ ഫോണിന്റെ വെയിറ്റ് ഒക്കെ ഇതിന് വരണല്ലേ. പിന്നെ പറയാനുള്ളതെന്ന് ഇത് നല്ല സ്ട്രോങ് ആണ്. ശരിക്കും ഇല്ലേ നമ്മുടെ ഫൈബർ ഗ്ലാസ് ഇല്ലേ അതുമേലൊക്കെ തൊടുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിനെ തൊടുമ്പോൾ തോന്നണം കേട്ടോ. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. പിന്നെ നമുക്ക് ഇത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊക്കെ ഒരു ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഈ ഹോളൊക്കെ ഉള്ളതുകൊണ്ടില്ലേ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ വേണമെന്നുള്ളവർക്ക് പെയിന്റ് അടിക്കാം. ഇലയ്ക്ക് പച്ച കളർ മുന്തിരിയുടെ കളറൊക്കെ അടിക്കുവാണെങ്കിൽ വെടിച്ചില്ലായിരിക്കും. എനിക്ക് ഈ കളർ ഇഷ്ടമായി. ചകിരിയുടെ ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വാർണിഷൊക്കെ അടിക്കുവാണെങ്കിൽ ഇത്രയും കൂടി തിളക്കമൊക്കെ വരുവേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സ് വഴി എന്നെ അറിയിച്ചേക്കണേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിലും നല്ലൊരു വെടിച്ചിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എൽസ ജമി സൈനിങ് ഔട്ട്.